ഈ സുന്ദരകാന്ഡത്തിലെ പ്രധാന കഥാപാത്രം ഹനുമാന്. എൻ്റെ ഹൃദയം എപ്പോഴും എൻ്റെ ഹൃദയത്തിൽ ആ രാമചന്ദ്രസ്വാമിയാണ്. ഈ വഴിയിലൂടെ പോകുന്നവരെയൊക്കെ നിർഭയം ഭക്ഷിക്കാനാണ് എന്നോട് ഈശ്വരൻ കൽപ്പിച്ചിട്ടുള്ളത്. കമലജനുമറിയരുതു കരുതു മളവേതുമേ കാലസ്വരൂപനാമീശ്വരൻ തന്മതം. രാമന്റെ കാര്യങ്ങൾ സാധിച്ചിട്ടല്ലാതെ ഞാൻ ഇനി ഒന്നും സ്വീകരിക്കും. ആ ദശരഥപുത്രനെ കൊണ്ട് നിനക്ക് ഇനി ഒരു പ്രയോജനമില്ല. അവൻ ഇനി ഒരിക്കലും ഇവിടെ വരാനും യാഗശാലയിൽ വന്നിട്ട് ഹോമദ്രവ്യം തട്ടിയെടുക്കുന്ന കുടിച്ചിപ്പട്ടിയെ പോലെ ആപദാമപഹർത്താരം ദാതാരം സർവസമ്പദാം ലോകാഭിരാമം ശ്രീരാമം ഭൂയോ ഭൂയോ നമാമ്യഹം. നമസ്കാരം സാർ. അധ്യാത്മരാമായണത്തെ അധികരിച്ചുള്ള അങ്ങയുടെ കഥാകഥനത്തിൽ നമ്മൾ കിഷ്കിന്ധാകാന്ഡം വരെയുള്ള ഭാഗങ്ങൾ കഴിഞ്ഞു. ഇനി സുന്ദരകാന്ഡമാണ്. രാമായണത്തിലെ ഏറ്റവും സുന്ദരമായ പാരായണ സുഭഗതയുള്ള ഭാഗമാണ് സുന്ദരകാന്ഡം. ലളിത കോമള കാന്ത പദാവലികളെ ചേർത്തിണക്കി വളരെ സുന്ദരമായി രചിച്ചിരിക്കുന്ന ഒരു ഭാഗമാണ്. അതിൽ നമുക്ക് സമുദ്രലംഘനം മുതൽ രാവണൻ്റെ ഇച്ഛാഭംഗം വരെയുള്ള ഭാഗങ്ങളാണ് ഇനി അടുത്തതായിട്ട് വരുന്നത്. അങ്ങ് ആ ഭാഗം ഒന്ന് വിശദീകരിക്കാമോ? സുന്ദരകാന്ഡമാണ്. സുന്ദരൻ വാനരൻ എന്നുള്ള അർത്ഥമുണ്ട്. കാരണം ഇവിടെ ഈ സുന്ദരകാന്ഡത്തിലെ പ്രധാന കഥാപാത്രം ഹനുമാന്. ഹനുമാന്റെ ലീലകളാണ് ഈ സുന്ദരകാന്ഡം. അപ്പോ പാർവതീദേവിയോട് മഹേശ്വരൻ രാമകഥ വർണ്ണിക്കുകയാണ്. 100 യോജന വിസ്തൃതിയുള്ള കടൽ കടന്ന് ലങ്കയിലെത്താനായിട്ട് ആ ഹനുമാൻ ശ്രീരാമ പാദാരവിന്ദത്തെ ധ്യാനിച്ചുകൊണ്ട് കരുത്തോടു കൂടിയിട്ട് തൻ്റെ കൂട്ടുകാരോട്, വാനര സമൂഹത്തോട് പറഞ്ഞു, ഞാനിതാ കുതിക്കാൻ പോവുകയാണ്. ഈ സമുദ്രം കടന്ന് എൻ്റെ പിതാവിനെ പോലെ, വായുദേവനെ പോലെ ഞാൻ രാക്ഷസ ഭവനത്തിൽ പോവും. രാമബാണം പോലെ ചെന്ന് രാമപത്നിയെ കാണും. ലോകനാഥനോട് തിരിച്ചു വന്ന് വിവരം അറിയിക്കും എന്നൊക്കെ അപ്പോൾ തന്നെ പറഞ്ഞു. എൻ്റെ ഹൃദയം എപ്പോഴും എൻ്റെ ഹൃദയത്തിൽ ആ രാമചന്ദ്രസ്വാമിയുണ്ട്. അതുകൊണ്ട് ആ രാമചന്ദ്രൻ്റെ മോതിരം എൻ്റെ ശിരസിലുണ്ട്. ഈ കടൽ താണ്ടാൻ എനിക്ക് അല്പം പോലും ഭയമില്ല. ഇത്രയും പറഞ്ഞ് വാലുയർത്തി, കൈകൾ വിരിച്ച്, കഴുത്തങ്ങോട്ട് നിവർത്തി, കാല് ഒന്ന് അല്പം അങ്ങോട്ട് വളച്ച് മേലോട്ടങ്ങോട്ട് നോക്കി, ആ തൻ്റെ മനസ്സാടെ ആ മുന്നിലുള്ള ലക്ഷ്യം ആകുന്ന ലങ്കയിൽ അങ്ങോട്ട് ഉറപ്പിച്ച് ആ തെക്ക് ദിക്കിലേക്ക് അങ്ങോട്ട് നോക്കിക്കൊണ്ട് ഒരൊറ്റ കുതിപ്പങ്ങോട്ട് കുതിച്ചു. ആ ഒരു ചാട്ടം. അങ്ങനെ വായുപുത്രൻ ആകാശത്തിലൂടെ ആ സൂര്യബിംബത്തിൻ്റെ ശോഭയോട് കൂടിയിട്ട് ഗരുഡൻ എന്ന പോലെ ആ പറന്നു പൊങ്ങുന്ന രംഗം അവിടെ കാണാം. മമ ജനക സദൃശനഹമതി ചപലമംബരേ മാനേന പോകും നിദാശരേശാലയേ അജതനയതനയ ശരസമധിക സാഹസാൽ അദ്യൈവ പശ്യാമി രാമപത്നീമഹം. ഇന്ന് തന്നെ രാമപത്നീമഹം അദ്യൈവ പശ്യാമി. ഇന്നലെ ഞാൻ ചെന്ന് കാണും. അഖില ജഗദധിപനോടും വിരവോടറിയിപ്പനിങ്ങദ്യ കൃതാർത്ഥനായേൻ കൃതാർത്ഥോസ്മ്യഹം പ്രണതജന ബഹുജനന മരണഹരനാമകം പ്രാണപ്രയാണകാലേ നിരൂപിപ്പവൻ ജനി മരണജലനിധിയ വിരവൊടു കടക്കുമ ജന്മനാ കിം പുനസ്തസ്യ ദൂതോസ്മ്യഹം. തസ്യ ദൂതോസ്മി, ആ രാമന്റെ ദൂതനാണ് ഞാൻ. തദനു മമ ഹൃദി സപതി രഘുപതിരനാദരം
അനാരതം തസ്യാങ്കുലീയവും ഉണ്ടോ ശിരസി മേ കിമപി നഹി ഭയമുദധി സപതി തരിതും നിങ്ങൾ കീശപ്രവരരെ ഖേദിയായ കേതുമേ. നിങ്ങൾ ആരും ഖേദിക്കരുത്, ധൈര്യമായിട്ടിരുന്നോളൂ, ഞാൻ പോയിട്ട് വരും എന്ന് പറഞ്ഞ് ആ ഹനുമാൻ അങ്ങോട്ട് ഗരുഡനെ പോലെ പാഞ്ഞു കുതിച്ചു. ഹനുമാന്റെ ആ ബലവേഗങ്ങൾ കണ്ടിട്ട് ദേവന്മാര് സുരസയോട് ഒരു പരീക്ഷണത്തിന് വേണ്ടിയിട്ട് ആ സുഖകരമായിട്ടുള്ള പോക്കിനൊരു തടസ്സം നിർത്താം. കടലിന്റെ നടുക്ക് ഒരു പരീക്ഷണത്തിന് അപ്പോ നാഗമാതാവ് വേഗം പാഞ്ഞെത്തി ഹനുമാന്റെ ബുദ്ധിയും വേഗവും സൂക്ഷ്മമായിട്ട് അറിഞ്ഞു വരണം എന്ന് ദേവതമാരുടെ അപേക്ഷ കേട്ട് അഹങ്കാരത്തോടെ ആകാശമാർഗത്തിലെത്തി അദ്ദേഹത്തിന് അടുത്തു നിന്നു. ഉച്ചത്തിൽ അലറി വിളിച്ചു പറഞ്ഞു, വാനരവീര, അങ്ങേ എന്നെ കണ്ടില്ലേ? ഈ വഴിയിലൂടെ പോകുന്നവരെയൊക്കെ നിർഭയം ഭക്ഷിക്കാനാണ് എന്നോട് ഈശ്വരൻ കൽപ്പിച്ചിട്ടുള്ളത്. ഇന്ന് വിധി കൽപ്പിതമായിട്ട് എൻ്റെ ഭക്ഷണം നീയാ. അപ്പോ എനിക്ക് നല്ല വിശപ്പുണ്ട്, എൻ്റെ വായ്ക്കുള്ളിലേക്ക് വേഗം പ്രവേശിച്ചു, ഇനി ഒട്ടും സമയം പാഴാക്കി കളയണ്ട. അപ്പോൾ സുരസയുടെ ആ രസകരമായിട്ടുള്ള വാക്കുകൾ കേട്ട സമയത്ത് ഹനുമാൻ, സാഹസികനായിരിക്കുന്ന ഹനുമാൻ പറഞ്ഞു, ലോകനാഥനായിട്ട് രാമന്റെ ആജ്ഞ കേട്ടിട്ട് ഞാൻ വേഗത്തിൽ സീതയെ അന്വേഷിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഞാൻ പോയിട്ട് വന്നിട്ട് പോരെ. അഹമഖില ജഗദധിപനമര ഗുരു ശാസനാൽ ആശു സീതാന്വേഷണത്തിനു പോകുന്നു. അവളെ നിശിചരപുരിയിൽ വിരവിനോട് ചെന്നു കണ്ടദ്യവാ ശോഭ വരുന്നതുമുണ്ടു ഞാൻ. ജനകനരപതി ദുഹിത ചരിതമഖിലം ദ്രുതം ചെന്ന് രഘുപതിയോടറിയിച്ചു ഞാൻ. തവവദന കുഹരമതിൽ അപഗത ഭയാകുലം താല്പര്യം ഉൾക്കൊണ്ടുവന്നു പൊക്കിയിടുവൻ. അനൃതം അകതളിരിൽ ഒരു പൊഴുതും അറിവീലവൻ. ആശുമാർഗം ദേഹി ആശുമാർഗം ദേഹി ദേവി നമോസ്തുതേ എന്ന് ഹനുമാൻ സുരസയെ നമസ്കരിച്ചു. അപ്പോ വാനവീരനോട് പറഞ്ഞു, എനിക്ക് ദാഹവും വിശപ്പും സഹിക്കാൻ പറ്റുന്നില്ല, നീ നാളെ മറ്റന്നാൾ എന്നൊന്നും പറഞ്ഞിട്ട് എന്നെ വിഷമിപ്പിക്കരുത്. അപ്പോൾ പറഞ്ഞു, നിന്റെ മനസ്സിൽ അത്ര നിർബന്ധമാണെങ്കിൽ വായ തുറന്നു. ഒരു യോജന നീളമുള്ള വിപുലമായിട്ടുള്ള ശരീരത്തോടു കൂടിയിട്ട് വായുപുത്രം നിൽക്കുന്ന കണ്ടു. അവള് 5 യോജന വിസ്തൃതമുള്ള വായ അങ്ങോട്ട് പൊളിച്ചു. ഹനുമാൻ അപ്പോ തൻ്റെ വലിപ്പം കൂട്ടി 10 യോജന. അപ്പോ 20 യോജന വിസ്തൃതിയുള്ള വായ. ഇതിങ്ങനെ വായ ഇങ്ങനെ വളർന്ന് അങ്ങോട്ട് വരാൻ തുടങ്ങി. രണ്ടുപേരും മത്സരിച്ച് വായ പിന്നെ വലിപ്പം കൂട്ടി. അപ്പോ ഇത് മതി എന്ന് മനസ്സിലാക്കി. അപ്പോ 50 യോജന വിസ്തൃതത്തിലെ വായ അങ്ങോട്ട് തുറന്നു. പെട്ടെന്ന് ഹനുമാൻ എന്ത് ചെയ്തു? ചെറുതായി ഒരു ചെറു വിരലിന്റെ വലുപ്പത്തിലൂടെ നേരെ ആ വായ്ക്കുള്ളിലേക്ക് കടന്നു. എന്നിട്ട് ആ തപശക്തി കൊണ്ട് അപ്പൊ തന്നെ നിസ്സാരമായിട്ട് പുറത്തേക്ക് വിടുക. അപ്പോ ദേവന്മാരുടെ സൗഖ്യത്തിൽ തൽപരയായിട്ടുള്ള അല്ലയോ സുന്ദരി സുരസേ, നാഗമാതാവേ നമസ്കാരം. എനിക്ക് നീ തന്നെയാണ്, ഭഗവാന്റെ പാദകമലങ്ങളും ഒക്കെ തന്നെയാണ് എനിക്ക് ശരണം. വളരെ വളരെ സന്തോഷമായി എന്ന് പറഞ്ഞ് അപ്പം തന്നെ നമസ്കരിച്ചു. അപ്പോൾ ചിരിച്ചുകൊണ്ട് സുരസ പറഞ്ഞു, ശരി, നിനക്ക് വിജയമുണ്ടാകും. സുഖമായിട്ട് നീ ചെന്ന് രാമനോട് സീതയെക്കുറിച്ചുള്ള വാർത്തകളൊക്കെ സത്യസന്ധമായിട്ട് അറിയിക്കണം. അദ്ദേഹത്തിൻ്റെ കോപം കൊണ്ട് രാക്ഷസ വർഗത്തെ മുഴുവൻ നശിപ്പിക്കണം. നിന്റെ ബലവും വിവേകവും വേഗവും ഒക്കെ പരീക്ഷിച്ചറിയാൻ വേണ്ടിയിട്ട് ദേവന്മാർ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വേഷം കെട്ടിയത് എന്ന് തൻ്റെ കഥ പറഞ്ഞു, ഹനുമാനോട് പറഞ്ഞു. അങ്ങനെ സുരസ അപ്പം തന്നെ ദേവലോകത്തേക്ക് മടങ്ങിപ്പോയി. ആകാശമാർഗത്തിൽ ഗരുഡനെ പോലെ കടന്ന് മുകളിലൂടെ അങ്ങനെ പോയി. മൈനാകം, പർവ്വതശ്രേഷ്ഠായ മൈനാകം, മൈനാകത്തോട് പറഞ്ഞു, നീ ചെന്ന് ആനരേശ്വരനെ സൽക്കരിക്കണം.
സഗര മഹാരാജാവിൻ്റെ പുത്രന്മാർ വളർത്തിയതുകൊണ്ട് എല്ലാവരും എന്നെ സാഗരം സാഗരം എന്ന് പറയും. ആ സഗരൻ്റെ വംശത്തിൽ ജനിച്ചവനാണ് രാമൻ. അദ്ദേഹത്തിൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ടാണ് പോകുന്നത്. ഇടയ്ക്കൊരു വീഴ്ച ഇവനുണ്ടാവില്ല. അതുകൊണ്ട് നീ പൊങ്ങി അവൻ്റെ തളർച്ച ഒന്ന് മാറ്റണം. അപ്പോ രത്ന കനകമയനായിട്ടുള്ള മൈനാകം മനുഷ്യവേഷം ധരിച്ചു. വാനരവീര, ഞാൻ ഹിമവാന്റെ പുത്രനാണ്. നീ എൻ്റെ പുറത്തിരുന്ന് അല്പസമയം ഒന്ന് വിശ്രമിച്ചോളൂ. തളർച്ചയും ദാഹമൊക്കെ തീർത്തിട്ട് യാത്ര പുറപ്പെട്ടുള്ളൂ എന്ന് പറഞ്ഞു. ധാരാളം നല്ല പഴുത്ത പഴങ്ങളും തേനും ഒക്കെ ഉണ്ട്. അതൊക്കെ കഴിച്ചിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു. പറഞ്ഞു മതി മതി, ഒന്നും പാടില്ല. കാരണം രാമകാര്യത്തിനായിട്ട് പോകുമ്പോൾ എങ്ങനെയും താമസിക്കാൻ പറ്റില്ല. ദീർഘദൂരം യാത്ര ചെയ്യുന്നതിനിടയിൽ ഭക്ഷണവും ഉറക്കവും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അനുചിതമാണ്. രാമൻ്റെ കാര്യങ്ങൾ സാധിച്ചിട്ടല്ലാതെ ഞാൻ ഇനി ഒന്നും സ്വീകരിക്കും. അതുകൊണ്ട് ബന്ധു എന്ന നിലയ്ക്ക് ഞാൻ നിന്റെ സൽക്കാരം സ്വീകരിച്ചതായിട്ട് കരുതിക്കൂ. ഇത്രയും പറഞ്ഞ ഹനുമാൻ ആ പർവ്വതരാജനെ ഒന്ന് തലോടി സംഭ്രമത്തോടെ അപ്പോൾ തന്നെ ആ രാക്ഷസ രാജധാനിയിലേക്ക് യാത്രയായി. സമുദ്രത്തിലെ വളരെ ആഴമേറിയ ഭാഗത്തുള്ള വസതിയിൽ അപ്പോൾ ആരുണ്ട്? ഛായാഗ്രാഹി. നിഴലിങ്ങനെ വന്നാൽ ആ നിഴലിനെ പിടിക്കും. നിഴലാണ് പിടിക്കുക, നിഴൽ പിടിച്ച് തിന്നുന്നത്. അപ്പോൾ ഛായാഗ്രാഹി. അപ്പോൾ സമുദ്രത്തിൻ്റെ മുകളിലൂടെ വേഗത്തിൽ പോകുന്ന ഹനുമാന്റെ നിഴൽ പിടിച്ചു നിർത്തി. ഗതി മുടക്കിയത് ആരാ എന്ന് താഴോട്ട് നോക്കി. അപ്പോഴാണ് അതിഭീകര രൂപിയെ കണ്ടു. കാലുകൊണ്ട് തൊഴിച്ചിട്ടാണ് ഹനുമാൻ പതിച്ചത്. അങ്ങനെ വേഗത്തിൽ രാക്ഷസപുരിയിൽ പോകാനായി ആ തെക്ക് ദിക്ക് ലക്ഷ്യമാക്കി പോയി. ആ അസ്തമയ പർവ്വതത്തിൻ്റെ ശൃംഗത്തിൽ സൂര്യനും ലങ്കാഗോപുരാഗ്രഹത്തിൽ വാനരേശ്വരനും. അങ്ങനെ ആ സീതാദേവിയുടെ വൃത്താന്തം അന്വേഷിക്കാനായിട്ട് പോയ ഹനുമാൻ ആ ദക്ഷിണ സമുദ്രത്തിൻ്റെ മധ്യത്തിൽ ആ പുഷ്പഫല സമൃദ്ധങ്ങളായിട്ടുള്ള ധാരാളം വള്ളിച്ചെടികളും ഒക്കെയുള്ള ആ ദേവലോക സമാനമായിട്ടുള്ള ലങ്കാ നഗരിയെ ദൂരത്ത് നിന്ന് കണ്ടു. അവിടെ ആ സ്വർണ്ണ നിർമ്മിതമായിട്ടുള്ള കൊട്ടകൾ, പലതരം കടങ്ങുകളൊക്കെ കണ്ടു. അപ്പോൾ അകത്തേക്ക് കടന്നു ചെല്ലുക അത്ര എളുപ്പമല്ല എന്ന് മനസ്സിലായി. മഹാവിഷ്ണു എന്നെ ധ്യാനിച്ചു. രാത്രി ഇരുട്ടത്ത് ആൾ സഞ്ചാരമില്ലാത്ത സ്ഥലത്തു കൂടിയിട്ട് ആ രാക്ഷസ നഗരിയുടെ ഉള്ളിൽ കടക്കാം എന്ന് മനസ്സിലാക്കി ആ രാക്ഷസ കുലാന്തകനായിട്ടുള്ള രാമനെ തന്നെ ധ്യാനിച്ചുകൊണ്ട് ലങ്കയിലേക്ക് കടന്നു. ചപല സ്വഭാവിയായിട്ടുള്ള വാനരനാണല്ലോ. അതുകൊണ്ട് വളരെ വേഗത്തിൽ കോട്ട കടന്നു. തൻ്റെ ശരീരം മറച്ച് സീതാദേവിയുടെ പാദകമലങ്ങളെ ചിന്തിച്ച് കടുക് പോലെ സൂക്ഷ്മമായിട്ടുള്ള ശരീരത്തോടു കൂടിയിട്ട് വായുപുത്രൻ ആ കാല് നീട്ടിവെച്ച് ലങ്കയിൽ പ്രവേശിക്കാൻ തുടങ്ങിയ സമയത്ത് അതാ ഒരു രാക്ഷസ സ്ത്രീയുടെ രൂപത്തിൽ ഉറക്കെ അലറിക്കൊണ്ടുവരുന്നു. ആര്? ലങ്കാലക്ഷ്മി. അപ്പം ലങ്കാലക്ഷ്മി, ഒറ്റയ്ക്ക് നീ ഇവിടെ എന്തിനാ വന്നത്? നീ കള്ളനാണോ? ഇവിടെ വരുവതിനു പറകന്തു മൂലം ഭവാൻ ഏകനായി ചോരനോ ചൊല്ലു നീ വാഞ്ചിതം. അസുരസുര നരപശു മൃഗാദി ജന്തുക്കൾ മറ്റാർക്കുമേ വന്നുകൂടാ ഞാനറിയാതെ. ഞാനറിയാതെ ഇവിടെ ആർക്കും പ്രവേശിക്കാൻ സാധ്യമല്ല എന്ന് പറഞ്ഞ ഹനുമാനെ ചെന്നങ്ങോട്ട് പ്രഹരിച്ചു. അപ്പോൾ രാമദൂതൻ്റെ ആ ഇടത് മുഷ്ടി ചുരുട്ടിയിട്ടുള്ള പ്രഹാരം കിട്ടിയപ്പോൾ അപ്പം തന്നെ നിലംപതിച്ചു. ആര്? ലങ്കാലക്ഷ്മി. ചോര ഛർദ്ദിച്ചു. ചാടി എഴുന്നേറ്റുകൊണ്ട് പറഞ്ഞു, നിന്റെ കയ്യൂക്ക് എനിക്ക് ബോധ്യായി. ഇത് എൻ്റെ വിധിയാണ്. വളരെ പണ്ട് ബ്രഹ്മദേവൻ എന്നോട് ഈ കാര്യം പറഞ്ഞിട്ടുണ്ട്. 28ാമത്തെ ചതുർയുഗത്തിലെ ത്രേതായുഗത്തിലെ എൻ്റെ പ്രാർത്ഥന അനുസരിച്ച് ധർമ്മത്തെയും ദേവന്മാരെയും രക്ഷിക്കാനായിട്ട് മഹാവിഷ്ണു ദശരഥപുത്രനായിട്ട് ശ്രീരാമനായിട്ട് അവതരിക്കും. രാവണവധത്തിന് വേണ്ടിയിട്ട് ആ ജനക മഹാരാജാവിൻ്റെ പുത്രിയായിട്ട് മഹാലക്ഷ്മി അല്ലെങ്കിൽ മായാദേവി പിറക്കും. സഹോദരനോടും ഭാര്യയോടും കൂടിയിട്ട് രാമൻ തപസ്സിനായിട്ട് വനവാസത്തിനായിട്ട് കാട്ടിൽ താമസിക്കുന്ന സമയത്ത് രാവണൻ സീതാദേവി അപഹരിക്കും. അപ്പോൾ സുഗ്രീവനുമായിട്ട് രാമൻ സഖ്യം ചെയ്ത്
ആ സുഗ്രീവാജ്ഞ അനുസരിച്ച് സീതാന്വേഷണത്തിനായിട്ട് വാനരന്മാര് വരും. അങ്ങനെ ഒരു വാനരൻ നിന്റെ അടുക്കൽ വരും. അവനോട് വഴക്കിടുന്ന സമയത്ത് നീ ഭയപ്പെടും. അവനിൽ നിന്ന് അടിയേറ്റ് നീ രാമദൂതനെ പ്രവേശ അനുമതി നൽകണം. ഒരു വാനരിൽ നിന്ന് അടികിട്ടിക്കഴിഞ്ഞാൽ നീ മടങ്ങിപ്പോന്നോളൂ എന്ന് ബ്രഹ്മദേവൻ കാരുണ്യത്തോടെ നിയോഗിച്ചതുകൊണ്ട് ഞാനിവിടെ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. ഇനി നീ രാമന്റെ കാര്യസിദ്ധിക്കായിട്ട് പ്രയാസമില്ലാതെ പൊക്കോളൂ. നീ ഇന്ന് ലങ്കാപുരി ജയിച്ചു കഴിഞ്ഞു. രാക്ഷസ രാജാവിന് ഇനി മരണം ഉറപ്പാ. അതുകൊണ്ട് അല്ലയോ രാമസേവക, ഭഗവത് സേവക, അന്തപുരത്തിലെ രാവണന്റെ അന്തപുരത്തിലെ ആ ക്രീഡോദ്യാനത്തിൽ ധാരാളം വൃക്ഷങ്ങളൊക്കെ ഉണ്ട്. അതിനിടയിലുള്ള ഒരു ശിംശഭാ വൃക്ഷത്തിന്റെ ചുവട്ടില് അവിടെയാണ് സീത ഇരിക്കുന്നത്. അവിടെയാണ് രാക്ഷസികളുടെ നടുക്ക് പാവനാംഗിയായ സീതാദേവി നിൽക്കുന്നു, പറക്കുന്നു. അങ്ങ് ആകാശമാർഗത്തിലൂടെ കടൽ കടന്നു ചെന്ന് വേഗത്തിൽ ഇവിടെ എത്തി. അതുകൊണ്ട് ഈ കാര്യം സീതയെ കണ്ടിട്ട് തിരിച്ചു ചെന്ന് ശ്രീരാമനെ അറിയിക്കുക. രാമൻ എന്നെ രക്ഷിക്കട്ടെ, അത്യുത്തമനായിട്ടുള്ള നിനക്ക് മംഗളം ഭവിക്കട്ടെ എന്നുകൂടി മധുരമായി ഹനുമാനോട് പറഞ്ഞു. അങ്ങനെ ലക്ഷ്മി ദേവി ആ ലങ്കാപുരിയിൽ നിന്ന് മറഞ്ഞു. സമുദ്രമധ്യത്തിലുള്ള തെഗൂഢ പർവ്വത ശിഖരത്തിൽ ഹനുമാൻ കടൽ താണ്ടി വന്നപ്പോൾ സീതാദേവിക്കും രാവണനും ഒരേ സമയം തന്നെ ശരീരത്തിന്റെ ഇടതുഭാഗം തുടിച്ചു. പുരുഷനും സ്ത്രീയുമാണ് വ്യത്യസ്തമാണ്. അതെ, ഫലം വ്യത്യസ്തമാണ്. സ്ത്രീയുടെ ഇടതുഭാഗം തുടിച്ചാൽ മംഗളകരമായ വാർത്തയും പുരുഷന്റെ ഇടതുഭാഗം തുടിച്ചു കഴിഞ്ഞാൽ അത് മംഗളമാണ്. അപ്പോ സീതാപതിയായിട്ടുള്ള രാമനെ അപ്പോൾ വലതുഭാഗം തുടിച്ചു. ഭൂമിയിൽ ജനിച്ചാൽ സുഖദുഃഖങ്ങൾ ഒഴിവാക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ആ രീതിയിൽ അവിടെ പറഞ്ഞു. പിന്നെ ഹനുമാൻ അതിസൂക്ഷ്മ ശരീരനായിട്ട് ലങ്കാപുരിയിൽ പ്രവേശിച്ചു. ഉദിച്ചു വരുന്ന സൂര്യനെ പോലെ ആ ലങ്ക നഗരത്തിൽ ഒരിടവും വിടാതെ എല്ലായിടത്തും സീതാദേവി അന്വേഷിച്ചു. രാവണൻ്റെ മണിയറയിലായിരിക്കുമോ എന്ന് വിചാരിച്ച് സീതാദേവി അവിടെ ഇരിക്കുന്നു ചിന്തിച്ചു. നേരെ അവിടെ ചെന്നു. അപ്പോൾ നഗരാന്തർഭാഗത്തൊക്കെ അന്വേഷിച്ചു. സീതയെ കാണാതായപ്പോൾ ലങ്കാലക്ഷ്മിയുടെ വാക്കുകൾ അപ്പോഴാണ് ഓർത്തത്. ഉദ്യാനഭൂമിയിൽ അന്വേഷിച്ചു, ശോകവനിയിലേക്ക്. അപ്പോൾ അവിടെ ചെന്നു. അപ്പോൾ പല 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 രംഗങ്ങളൊക്കെ കാണുന്നുണ്ട്. വാസഗൃഹങ്ങൾ, സ്വർണ്ണമയമായിട്ടുള്ള കോട്ട, കൊടിമരം, പതാക, ആ രാവണന്റെ മാളികയുടെ ആ ഗോപുരങ്ങൾ അങ്ങനെ കണ്ട് പല സ്ഥലത്തും ദേവിയെ കാണാൻ കഴിയാതെ പിന്നെ ആ ഒരു നല്ല ആ പൂമണമുള്ള ഒരു കാറ്റ് വീശി വരുന്നത് കണ്ടപ്പോൾ ഒരു പൂന്തോട്ടം ഉണ്ടല്ലോ ഇവിടെ എന്ന് പറഞ്ഞ് ആ വൻമരങ്ങളൊക്കെ തിങ്ങി വളർന്നു നിൽക്കുന്ന ആ പൂന്തോട്ടവും അതിൽ പൊക്കമേറിയ ശിംശഭാ വൃക്ഷവും വളരെ അടുത്തായി തന്നെ ആ ലോകാംബയെയും വായുദേവൻ തൻ്റെ പുത്രന് കാട്ടിക്കൊടുത്തു. തലമുടിയൊക്കെ ഇങ്ങോട്ട് മുഷിഞ്ഞ്, വസ്ത്രമൊക്കെ മുഷിഞ്ഞിട്ട് പാറി പറന്ന തലമുടി, മലിന വസ്ത്രം, മെലിഞ്ഞ ശരീരം, ഭയപരവശയാണ്, നിലത്ത് കിടക്കുകയാണ്. തൻ്റെ ഭർത്താവിനെ തന്നെ ചിന്തിച്ച് കണ്ണീർ വാർത്തുകൊണ്ടങ്ങനെ രാമനാമം തന്നെ ജപിച്ച് രാക്ഷസികളുടെ മധ്യത്തിൽ ദുഃഖിതയായിട്ട് അങ്ങനെ കഴിയുന്ന ലോകനാഥയെ, ആ സീതയെ വൃക്ഷശിഖരത്തിൽ ഒളിഞ്ഞിരുന്നു കൊണ്ട് ആഞ്ജനേയൻ ഹനുമാൻ കണ്ടു. അപ്പോ ലക്ഷ്മി ദേവിയുടെ തിരുവുടൽ കണ്ട് ഞാൻ കൃതാർത്ഥനായി, ചരിതാർത്ഥനായി. പക്ഷെ രാമന്റെ കാര്യം പ്രയാസമില്ലാതെ ഇനിയും ഉണ്ട് സാധിക്കാൻ. അപ്പോൾ പലതും ചിന്തിച്ചുകൊണ്ട് വൃക്ഷശിഖരത്തിൽ അല്പസമയം ഇരുന്നപ്പോ രാക്ഷസ ശ്രേഷ്ഠന്റെ വാസഗൃഹത്തിന് പുറത്തുനിന്നും ചില ശബ്ദങ്ങളൊക്കെ കേട്ടു. എന്താ ഇത് എന്ന് ഉത്കണ്ഠയോട് കൂടിയിട്ട് ഹനുമാൻ ആ മരത്തിൻ്റെ ഇലകളുടെ ഇടയിലൂടെ ഒരു ചെറു പുഴുവിനെ പോലെ തൻ്റെ ശരീരത്തെ മറച്ചു പിടിച്ചു. അപ്പോൾ രാവണന്റെ വരവ് അവിടെ ഇരുന്ന് കാണുക. അപ്പോൾ രാവണനെ വരുന്നു. ഹനുമാൻ വിസ്മയത്തോട് നോക്കി കാണാം. അസുരസുന്ദരികള്, ദേവാംഗനമാര്, രാക്ഷസവരാംഗികള്
രാവണന്റെ അണിഞ്ഞൊരുങ്ങിയിട്ട വേഷവിധാനം ഇതെല്ലാം കണ്ടു. ഈശ്വര, എനിക്ക് എന്നാണ് മരണം ഉണ്ടാവുക എന്ന ചിന്ത രാവണന്റെ ഉള്ളിൽ എപ്പോഴും ഉണ്ട്. എപ്പോഴാണ് മരിക്കുക അറിയില്ല. മോക്ഷപ്രദനായിരിക്കുന്ന സാക്ഷാൽ ലോകനാഥനെ കണ്ടുകൊണ്ട് ആ മൂർച്ചയുള്ള ശരങ്ങളാൽ മുറിവേൽപ്പിക്കപ്പെട്ട ശരീരത്തോടു കൂടിയവനായിട്ട് ഭഗവാന്റെ ആ പാദകമലങ്ങളിൽ വീണുരുണ്ട് നമസ്കരിച്ച വൈകുണ്ഠ ലോകത്തിലേക്ക് പോകാൻ എപ്പോഴാ എനിക്ക് കഴിയാം? ചോദ്യമാ മനസ്സിൽ. കാരണം ആരാ? വൈകുണ്ഠത്തിലെ കാവൽക്കാരനാണ്. അതെ, ജയവിജയന്മാരിൽ ഒരാളാണ്. അപ്പോ ഞാൻ ലക്ഷ്മി ദേവിയെ, സീതാദേവിയെ തട്ടിക്കൊണ്ടു പോകുന്നതും അതിനു വേണ്ടിയിട്ടാണ്, തിരിച്ചു പോവാൻ. അതെ. എന്നിട്ടും ഒരു പരിഭവത്തോടെ രാമദേവൻ ബന്ധപ്പെട്ടിന്നും വരുന്നില്ല. നമുക്ക് ആയുസ് ഒടുങ്ങാനുള്ള കാലം ആയിക്കഴിഞ്ഞു. മരണസമയം എൻ്റെ തലയിൽ എഴുതി കഴിഞ്ഞിട്ടുണ്ട്. കാലസ്വരൂപനായ ഈശ്വരന്റെ അഭിമതം ബ്രഹ്മാവിന് പോലും ഒരിക്കലും മാറ്റാൻ സാധ്യമല്ല. അതുകൊണ്ട് തന്നെ എപ്പോഴായിരിക്കും ഇവിടെ പറയേണ്ടത്? കമലജനുമറിയരുതു കരുതു മളവേതുമേ കാലസ്വരൂപനാം ഈശ്വരൻ തന്മതം സതതം അകതളിരിവ കരുതി രഘുനാഥനെ സ്വാത്മന ചിന്തിച്ചു ചിന്തിച്ചിരിക്കവേ കവികൾ കുലവരനവിടെയാശു ചെല്ലും മുൻപേ കണ്ടിതു രാത്രിയിൽ സ്വപ്നം ദശാനനൻ. അപ്പൊ ഇങ്ങനെ ഇപ്പോ പലതും ചിന്തിച്ചുകൊണ്ട് രാമനെ ധ്യാനിച്ചുകൊണ്ടിരിക്കെ ഹനുമാൻ അവിടെ ചെന്നെത്തുന്നതിന് മുൻപ് രാത്രിയിൽ രാവണൻ ഒരു സ്വപ്നം കണ്ടു. എന്താ കണ്ടത്? രഘുജനനതിലകവചനേന രാത്രൗ വരും കശ്ചിത് കപീവരൻ കാമരൂപന്വിതൻ കൃപയോടൊരു കൃമി സദൃശ സൂക്ഷ്മ ശരീരനായി കൃഷ്ണമാം പുരവരമന്വിഷ്യ നിശ്ചലം കൃഷ്ണം പുരവരമന്വിഷ്യ നിശ്ചലം തരുനികരവശിരസി വന്നിരുന്നാദരാൽ താർമകൾ തന്നെയും കണ്ടു രാമോദന്തം അഖിലം അവളോടുപത പറഞ്ഞടയാളവും ആശ കൊടുത്തുടൻ ആശ്വസിപ്പിച്ചു പോം അതു പൊഴുതിൽ അവൻ അറിവതിന്നു ഞാൻ ചെന്നു കണ്ട ആധീ വളർത്തുവൻ വാങ്മയാസ്ത്രങ്ങളാൽ. അപ്പോ രാമന്റെ വാക്കനുസരിച്ച് ഇച്ഛാനുസാരം രൂപം ധരിക്കാൻ കഴിയുന്ന ഒരു വാനരൻ രാത്രി വരും. ഒരു പുഴുവിനെ പോലെ ശരീരം, ചെറിയ ശരീരമായിട്ട് ഈ നഗരം മുഴുവൻ തെരഞ്ഞിട്ട് ലക്ഷ്മി ദേവിയെ കൊണ്ട് രാമകഥ മുഴുവൻ അവളോട് പറഞ്ഞിട്ട് അടയാളം നൽകിയിട്ട് അവൻ ആശ്വസിപ്പിച്ചിട്ട് പോകും. ആ സമയത്ത് ശ്രീരാമൻ അറിയുന്നതിനായിട്ട് ഞാൻ ചെന്ന് കൊള്ളിവാക്കുകൾ കൊണ്ട് ദുഃഖം വർദ്ധിപ്പിക്കണം. അപ്പോ അവൻ അതും കൂടി അങ്ങ് ചെന്ന് അറിയിച്ചാൽ രാമൻ കൂടുതൽ ദേഷ്യത്തോടു കൂടിയിട്ട് വേഗത്തിൽ വരും. അതിതീക്ഷ്ണമായിട്ടുള്ള രാമബാണമേറ്റ് പോർക്കളത്തിൽ എനിക്ക് സുഖമരണം കിട്ടണം. ആ മോക്ഷം നേടുന്നതിന് ഒരു മികച്ച ഉപദേശമായിട്ടുള്ള ഈ മാർഗം ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. ഇപ്പോഴാണ് കണ്ടത്. ദേവന്മാരുടെ നിശ്ചയമനുസരിച്ച് എല്ലാം യാഥാർത്ഥ്യമാകും. ചിലപ്പോഴൊക്കെ ചില സ്വപ്നങ്ങളൊക്കെ സത്യമാകാറുണ്ട്. ഇങ്ങനെ പലതും നിശ്ചയിച്ചുകൊണ്ട് രാവണൻ തൻ്റെ ഗൃഹത്തിൽ നിന്ന് പുറപ്പെട്ടു. രത്നഖചിതമായിട്ടുള്ള സ്വർണ്ണ വളകള്, ഭുജബന്ധം, തോൾവള, അരഞ്ഞ, നൂപരം, ഇതൊക്കെ അങ്ങനെ സർവ്വ ആഭരണ വിഭൂഷിതനായിട്ട് ആണ് രാവണൻ സീതാദേവിയുടെ അടുത്തേക്ക് പോകുന്നു. സീതാദേവി ഈ അഴകിയ രാവണൻ അഴകിയ രാവണൻ എന്ന് പറഞ്ഞതാണ്. അങ്ങനെ സർവ്വ ആഭരണ വിഭൂഷിതയായിട്ട് ദേവവൈദ്യായിട്ടുള്ള രാവണൻ വരുന്നത് കണ്ടപ്പോ പേടിച്ചു. തടിച്ച തൻ്റെ തുടകൾ കൊണ്ട് മാരണം മറച്ച് മുഖം താഴ്ത്തി ദുഃഖിതയായിട്ട് വിറയലോട് കൂടിയിട്ട് ഭർത്താവിൻ്റെ പവിത്രമായിട്ടുള്ള ശരീരം തന്നെ ധ്യാനിച്ചിരിക്കുന്ന സമയത്താണ് കാമാർത്തനായിട്ട് കാമപീഡയോട് കൂടിയിട്ട് രാവണൻ സീതാദേവിയുടെ സമീപത്ത് ചെന്ന് അപേക്ഷിക്കുന്നത്. അനുസരണ മധുരരസ വചന വിഭവങ്ങളാൽ ആനന്ദരൂപിണിയോട് ചൊല്ലിടിനാൻ. എന്താ പറഞ്ഞത്? ശൃണുസുമുഖി തവ ചരണ നളിനദാസോസ്മ്യഹം ശോഭനശീലേ പ്രസീദ പ്രസീദമേ നിഖില ജഗദധിപം അസുരേശമാലോക്യമാം നിന്നിലെ
നീ മറഞ്ഞെന്തിരുന്നിടുവാൻ ത്വരിതമതി കുതുകമിടുമൊന്നു നോക്കിയിടുമാം ത്വഗ്ഗത മാനസൻ എന്നറിയുന്നെ നീ. ഭവതി തവ രമണമപി ദശരഥതനൂജനെ പാർത്താൽ ചിലർക്കു കാണാം ചിലപ്പോളിടോ. അതുകൊണ്ട് സുന്ദരി, ഞാൻ നിന്റെ പാദ കമലദാസനാണ്. ഒന്ന് നീ എന്നെ ഒന്ന് നോക്കൂ. എന്നെ കണ്ടിട്ട് നീ എന്താ ഇങ്ങനെ സ്വയം മറഞ്ഞിരിക്കുന്നത്? സീത രാവണനെ ഒന്ന് തലയുയർത്തി നോക്കുക പോലും ചെയ്തില്ല. എങ്ങനെയാ? എന്നൊന്ന് നോക്കൂ. നിന്നിൽ മനസ്സർപ്പിച്ചുള്ളവനല്ലേ ഞാൻ. നിന്റെ ഭർത്താവാണെങ്കിലും ദശരഥപുത്രനെ നോക്കിയാൽ ചിലർക്ക് ചില സമയത്ത് കാണാൻ കഴിയും. പലപ്പോഴും ആനാദിക്കുകൾ അന്വേഷിച്ചാലും ഭാഗ്യവാന്മാർക്ക് പോലും കണ്ടെത്താൻ പറ്റൂല. അതുകൊണ്ട് സുന്ദരി, ആ ദശരഥപുത്രനെ കൊണ്ട് നിനക്ക് ഇനി ഒരു പ്രയോജനമില്ല. ഒരിക്കലും അവന് ഒരു ഗുണവുമില്ല. കാരണം അവന് എന്തായാലും ഒരു ആഗ്രഹവുമില്ല. കാരണം അവൻ ഇനി ഒരിക്കലും ഇവിടെ വരാനും പോകുന്നില്ല. അതുകൊണ്ട് നിരന്തരം മുറുകെ പുണർന്നാലും എൻ്റെ കൂടെ താമസിക്കുക, നിന്റെ ആ സദ്ഗുണ വൈഭവമൊക്കെ അനുഭവിക്കാം. അതുകൊണ്ട് അവന് ശരണമായിട്ടൊരുത്തരുമില്ല. ശക്തിഹീനനായിട്ടുള്ള അവൻ നിന്നെ തേടി വരാൻ പോകുന്നില്ല. നിനക്ക് അവൻ്റെ കാര്യത്തിലേക്ക് ഒന്നും ചെയ്യാനുമില്ല. കൃതജ്ഞനാണ്, കീർത്തിഹീനനാണ്, നിർമ്മലനാണ്. ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ മതരഹിതനായിട്ടുള്ള അവനെ ആർക്കും അറിയാൻ സാധ്യമല്ല. അതുകൊണ്ട് വന്യജീവികളുടെയൊക്കെ ഇടയിൽ താമസിക്കുന്ന അവന് ദരിദ്രരോട് പ്രിയം കൂടുതലാണ്. ചണ്ടാളും ബ്രാഹ്മണശ്രേഷ്ഠനും അവന്റെ നോട്ടത്തില് തുല്യരാണ്. പശുവും പട്ടിയും അവന് ഭേദമില്ല. നിന്നെയും ഒരു കാട്ടാളത്തെയും അവന് തുല്യമായിട്ടാണ് അവൻ കാണുന്നത്. അവൻ നിന്നെ മറന്നു കഴിഞ്ഞു. അതുകൊണ്ട് നീ വെറുതെ ഭർത്താവിനെ പ്രതീക്ഷിച്ചിട്ട് കാലം വെറുതെ കളയണ്ട. അവൻ നിന്റെ നേർക്ക് വിമുഖനാണ്. ഞാനാണെങ്കിലോ നിന്നിൽ അത്യന്തം തൽപരനാണ്. ഇവിടെ എന്നെ സ്വീകരിക്കുക. കയ്യിൽ വന്നു വെട്ട പരിശുദ്ധമായ ശ്രേഷ്ഠമായിട്ടുള്ള ആ രത്നത്തെ ഉപേക്ഷിച്ചിട്ട് നീ എന്തിനാണ് ഈ കാക്കപ്പൊന്നിനെ അന്വേഷിച്ചു പോകുന്നത്? വെറുതെ എന്തിനാ ആയുസ് കളയുന്നത്? ഇവിടെ എൻ്റെ ഭാര്യയായിട്ട് വാഴുകയാണെങ്കിലോ സുഖമാണ്. ദേവസുന്ദരികൾക്ക്, ദേവസ്ത്രീകൾക്ക് പോലും ലഭിക്കാത്ത അത്രയും വലിയ സൗഭാഗ്യമാണ് നിനക്ക് ഇവിടെ ലഭിക്കുക. അതുകൊണ്ട് നീ സമയം പാഴാക്കരുത്. നിനക്ക് ഇവിടെ വിടുപണി ചെയ്യാൻ സുന്ദരിമാര്, നൂറുകണക്കിന് സുന്ദരിമാരുണ്ട്. കാലന് പോലും എന്നെ പേടിയാണ്. അതുകൊണ്ട് ഇന്ദ്രൻ പോലും ഇവിടെ വന്ന് നമസ്കരിക്കും. അതുകൊണ്ട് സൗജന്യത്തിന്റെയും സൗഭാഗ്യത്തിന്റെയും സർവസ്വമായ അല്ലയോ സുന്ദരി, നിനക്ക് വശകതനായിട്ടുള്ള എന്നെ നീ അനുസരിക്കുക. നിന്റെ പാദകമലങ്ങളിൽ ഞാനിതാ വീണ് നമസ്കരിക്കുക, നിന്റെ ദാസനായിട്ട്. അതുകൊണ്ട് നീ എന്നെ രക്ഷിക്കണം രക്ഷിക്കണം എന്നിങ്ങനെ പല രീതിയിലും അനുസരണയോടുകൂടിയിട്ട് രാവണൻ വീണ് തൊഴുത് അപേക്ഷിച്ചു. അപ്പോഴും സീത കോപത്തോടു കൂടിയിട്ട് ഒരു പുൽക്കൊടി നുള്ളി ഇങ്ങോട്ട് എടുത്തു. ഒരു പുൽക്കൊടി നുള്ളിയെടുത്തിട്ട് അവർക്കിടയിൽ ഇട്ടിട്ട് പറഞ്ഞു, ശ്രീരാമദേവനോടുള്ള ആ ഭയം കൊണ്ട് അങ്ങ് സന്യാസി വേഷം കൊണ്ടിട്ട് വന്നിട്ട് അവര് രണ്ടുപേരും കാണാതെ പേടിച്ചിട്ടല്ലേ, അവർ രണ്ടുപേരും കാണാതെ ഭയത്തോടു കൂടിയിട്ട് അതിവിനയത്തോടു കൂടിയിട്ട് യാഗശാലയിൽ വന്നിട്ട് ഹോമദ്രവ്യം തട്ടിയെടുക്കുന്ന കുടിച്ചിപ്പട്ടിയെ പോലെ നീ എന്നെ വളരെ നികൃഷ്ടമായിട്ട് അവഹേളിച്ചു, സാഹസം കാട്ടിയിട്ട് എന്നെ മോഷ്ടിച്ചതാ. നീ ചെയ്തത് അനുചിതമായ പ്രവൃത്തിയാണ് രാവണ. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഫലം നീ അനുഭവിക്കാതെ പോവില്ല. രാമദേവൻ ഒരു സാധാരണ മനുഷ്യനാണ് എന്ന് നീ വിചാരിക്കുക. നിഷ്പ്രയാസം ആ രഘുനാഥൻ കടൽ താണ്ടി വരും, സംശയമില്ല. മൂർച്ചയേറിയ അസ്ത്രങ്ങൾ വീഴ്ത്തി ലങ്കയെ അരക്ഷണം കൊണ്ട് തകർക്കും. നിന്റെ സൈന്യവും നിന്റെ സഹോദരങ്ങളും ഒക്കെ ഇല്ലാതാവും. ഭൂമിയുടെ ഭാരമില്ലാതാക്കുന്ന ദയാമയനായിട്ടുള്ള നിപുണനായിട്ടുള്ള അദ്ദേഹം
ആ ബ്രഹ്മദേവന്റെ അപേക്ഷ അനുസരിച്ച് നിന്നെ വധിക്കാനായിട്ട് ഭൂമിയിൽ അവതരിച്ചിരിക്കുന്ന സർവേശ്വരൻ. അതുകൊണ്ട് ജനകമഹാരാജാവിന്റെ പുത്രിയായിട്ട് അതിനൊരു കാരണക്കാരിയായിട്ട് ഞാനും വന്ന് ജനിച്ചതാണ്. ഇത് മനസ്സിലാക്കിക്കൊള്ളുക. ഇനി അദ്ദേഹം വന്ന് നിന്നെ വധിച്ചിട്ട് എന്നെ കൊണ്ടുപോകും. സീതാദേവിയുടെ ഞെട്ടിക്കുന്ന പരുഷമായിട്ടുള്ള വാക്കുകൾ കേട്ടപ്പോൾ ദേഷ്യം വന്നു. അത്യന്തം ചപലമായ ആ കയ്യിലിരുന്ന ക്രൂരമായിട്ടുള്ള ഖഡ്ഗം സീതാദേവി വധിക്കാനായിട്ട് അപ്പം തന്നെ ഓങ്ങിയപ്പോൾ അത്യന്തം കാരുണ്യത്തോടെ മണ്ഡോദരി ഭർത്താവിനെ വിലക്കി. വിലക്കിയിട്ട് പറഞ്ഞു, അരുത്, ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല, ഒഴിഞ്ഞു മാറും, ഞാൻ പറയുന്നത് കേൾക്കണം, അരുതാത്ത കാര്യം ചിന്തിക്കാൻ പോലും പാടില്ല, മനുഷ്യ സ്ത്രീ ഉപേക്ഷിക്കൂ. ബന്ധുക്കളാരുമില്ലാതെ ദുഃഖിച്ച് മെലിഞ്ഞ് ഭർത്താവിൻ്റെ വിരഹത്താൽ പരവശയായിട്ട് അത്യന്തം ക്ലേശം ഖേദം അനുഭവിക്കുന്ന വ്രതനിഷ്ഠയോട് കൂടിയിട്ട് പ്രാതിവ്രത്യത്തെ അവലംബിച്ച് ഒരു പതിവ്രതാരത്നമായിട്ട് അങ്ങനെ ശോഭിക്കുന്ന ഈ ഒരു സ്ത്രീ പാവം ഈ രാക്ഷസ സ്ത്രീകൾ പറയുന്ന ക്രൂര വാക്കുകളൊക്കെ കേട്ടിട്ട് വിഷമിച്ചിരിക്കുകയാണ് അവൾ. വളരെ വളരെ ദുഃഖിതയാണ്. ഇതിൽ കൂടുതൽ ദുരിതം ഒരാൾക്ക് ഉണ്ടാവാനില്ല. അതുകൊണ്ട് പറഞ്ഞു, ഒരു കാരണവശാലും ഇനി എങ്ങനെ ചെയ്യരുത്. ദുർബുദ്ധിയായിട്ടുള്ള പ്രഭോ ദുഷ്കീർത്തി വീരപുരുഷന്മാർക്ക് ചേരുന്നതാണ്. ദേവധനുജ ദൈത്യ ഭുജക ഗന്ധർവ വർഗങ്ങളിൽപ്പെട്ട സുന്ദരിമാരും അപ്സരസ്സുകളും എത്ര 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 സുന്ദരിമാരും നിന്റെ അജ്ഞാനവർത്തികളാക്കി ഇവിടെയുണ്ട്. അതൊന്നും പോരെ, ഈ മനുഷ്യ സ്ത്രീയെ വേണം. ഓ രാവണൻ മണ്ഡോദരിയുടെ ആ ദാക്ഷിണ്യം നിറഞ്ഞ വാക്ക് കേട്ടപ്പോൾ ലജ്ജിതനായി. രാക്ഷസ സ്ത്രീകളോട് രാവണൻ പറഞ്ഞു, നിങ്ങൾ ഇവളെ അനുസരണയുള്ള വാക്കുകളും ഭീഷണികളും ഭാവഭേദങ്ങളും ഒക്കെ പറഞ്ഞിട്ട് എങ്ങനെയെങ്കിലും വശത്താക്കണം. ഞാൻ ഇനിയും 2 മാസം കൂടി കാത്തിരിക്കുക. അതിനുള്ളിൽ ഇവളുടെ മനസ്സ് മാറ്റി എനിക്ക് അനുകൂലയാക്കി മാറ്റണം. ഇത്രയും നിർദ്ദേശിച്ച് അപ്പം തന്നെ അവിടെ നിന്ന് ഇറങ്ങി നേരെ അന്തപുരത്തിൽ പോയി. അതികഠിനമായിട്ടുള്ള ക്രൂരമായിട്ടുള്ള ആ വാക്ശല്യം ഏറ്റതുകൊണ്ട് സീത വളരെ അത്യന്തം വിവശയായിരുന്നു, തളർന്നു. ആ സമയത്ത് ത്രിജട പറയുന്നു, ശൃണുവചനമിതു മമ നിശാചര സ്ത്രീകളെ ശീലാവതിയെ നമസ്കരിച്ചിടുവിൻ. ത്രിജട പറയാ, സുഖരഹിത ഹൃദയമുടുറങ്ങിനേനൊട്ടു ഞാൻ സ്വപ്നമാഹന്ത കണ്ടേനിതാനിന്ദ്രിടം അഖില ജഗതധിപനഭിരാമനം രാമനും ഐരാവതോപരി ലക്ഷ്മണ വീരനും ശരനികര പരിപതന ദഹന ഗണജാലേന ശങ്കാവിഹീനം ദഹിപ്പിച്ചു ലങ്കയും രണശിരസി ദശമുഖനെ നിഗ്രഹിച്ച ശ്രമം രാക്ഷസ രാജ്യം വിഭീഷണനും നൽകി. മഹിഴിയെയും അഴകിനോട് മടിയിൽ വെച്ചാദരാൽ മാനിച്ചു ചെന്ന് അയോധ്യാപുരം മേവിനാൻ. കുലിശധരരിപു ദശമുഖൻ നഗ്നരൂപിയായി ഗോമയമായ മഹാഹൃദം തന്നിലെ തിലരസവും ഉടൽ മുഴുവൻ അലിവിനോടണിഞ്ഞുടൻ ധൃത്വ നളദമാല്യം നിജമൂർധനി നിജസഹജ സച്ചിവസുത സൈന്യ സമേതനായി നിർമ്മഗ്നനായി കണ്ടു വിസ്മയം തേടിനെ. രജനി ചരകുലപതി വിഭീഷൺ ഭക്തനായി രാമപാദാബ്ജവും സേവിച്ചുമേവിനാൻ കലുഷതകൾ കളവിനികാം രാക്ഷസ സ്ത്രീകളെ കണ്ടുകൊള്ളാം ഇതു സത്യമത്രേ ദൃഢം കരുണയോട് വയമതിനു കതിപയദിനം മുതാ കാത്തുകൊള്ളേണം ഇവിടെ നിരാമയം. രജനി ചര യുവതികളെതി ത്രിജടാവചോരീതി കേട്ടദ്ഭുത വീതി പുണ്ടിനാ മനസി പരവശതയോടുറങ്ങിനാരേ വരും മാനസേ ദുഃഖം കലർന്നു വൈദേഹീം. ഓ ത്രിജട എല്ലാ രാക്ഷസത്വങ്ങളോടുമായിട്ട് പറഞ്ഞു, ഞാൻ ഒരു സ്വപ്നം കണ്ടു. അത് നിങ്ങൾ എല്ലാവരും കേൾക്കണം. ഞാൻ അല്പസമയം മനസ്സുഖമില്ലാതെ ഉറങ്ങിയപ്പോഴാണ് ഒരു സ്വപ്നം കണ്ടത്. ഓ രാമൻ വരുന്നത്
ലക്ഷ്മണൻ വരുന്നതും രാവണനെ ഓക്കെ രാവണനെ നിഗ്രഹിച്ച് രാക്ഷസ രാജ്യത്തെ വിഭീഷണന് നൽകി എന്നൊക്കെ ഞാൻ എല്ലാം പൂർണ്ണമായിട്ടും സ്വപ്നത്തിൽ കണ്ടതാണ്. അതുകൊണ്ട് പാപചിന്തകൾ ഒഴിവാക്കുക. നമുക്കെല്ലാവർക്കും നേരിൽ കാണാൻ സാധിക്കും ഞാൻ ഈ പറഞ്ഞതൊക്കെ. സ്വപ്നം ഫലിക്കും. അതുകൊണ്ട് കുറച്ച് ദിവസം കൂടി നമുക്ക് ഇവളെ സംരക്ഷിക്കേണ്ട ചുമതല നമ്മുടേതാണ്. നിങ്ങൾ ആരും വേള ഒന്നും ഉപദ്രവിക്കരുത് എന്ന് ആ ത്രിജടയുടെ വാക്കുകൾ കേട്ടു. അപ്പോൾ രാക്ഷസ യുവതികളൊക്കെ അത്ഭുതപ്പെട്ടു, ഭയപ്പെട്ടു. അവരൊക്കെ സുഖമായിട്ട് ഉറങ്ങി. എന്നാൽ സീതാദേവിയുടെ മനസ്സ് മാത്രം വ്യാകുലമാണ് രാമനെ കാണാതെ. സാർ, നമ്മളിപ്പോൾ അധ്യാത്മരാമായണത്തിലെ സുന്ദരകാന്ഡം, അതിലെ ഏറ്റവും സുന്ദരമായിട്ടുള്ള ഭാഗമായിട്ടുള്ള ഏറ്റവും മനോഹരമായ പാരായണക്ഷമതയുള്ള ഭാഗമായിട്ടുള്ള സുന്ദരകാന്ഡത്തിൻ്റെ ആദ്യത്തെ ഭാഗമാണ് നമ്മളിപ്പോൾ കഴിഞ്ഞത്. മാർഗവിഘ്നവും ലങ്കാലക്ഷ്മി മോക്ഷവും രാവണൻ്റെ പുറപ്പാടും രാവണൻ്റെ ഇച്ഛാഭംഗവും ഉൾപ്പെടുന്ന ഭാഗം അങ്ങ് വളരെ മനോഹരമായി സുന്ദരമായി ജനം ടി വിയുടെ പ്രേക്ഷകർക്ക് വേണ്ടി അവതരിപ്പിച്ചു. നന്ദി, നമസ്കാരം. നമസ്തേ.